ഉപേക്ഷിക്കാത്തവരുണ്ട്, ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരുണ്ട്, ആരാധനയില്ലാത്തവരുണ്ട്, ലോകപ്രകാരം ജീവിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി അങ്ങനെയുള്ള അബദ്ധമായി സ്നേഹിക്കുന്ന ഒരു ദൈവം. അതാണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത് ആ വാക്യത്തിൽ തന്നെ പറയുന്നു, ശത്രുക്കളെ സ്നേഹിച്ചു. അയ്യോ, ആരാ ശത്രുക്കളെ സ്നേഹിക്കുന്നത്? അയൽവക്കക്കാരൻ ശത്രുവായി തീർന്ന വൈകുന്നേരത്ത് ഇരുന്നു കൊണ്ട് സന്ധ്യാ പ്രാർത്ഥനയിൽ ഒരു പാട്ടങ്ങ് പാടും. എന്താ പാടുന്നത്? എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം എന്നാ ചെയ്യണം? സൈമണേ, എന്നാ ചെയ്യണം? ചിഹ്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. ഇതെന്തൊരു പാട്ടാടേ! അയൽവക്കക്കാരെ മുടിയാൻ പാടുന്ന പാട്ട്. ഇത് ആര് എഴുതി വെച്ചതാണെന്ന് പോലും പിടിയില്ല. ഇപ്പം ഏതായിരുന്നല്ലോ അതിൻ്റെ മാർക്കറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴാണ് മനുഷ്യർക്ക് വിവരം വന്നത് ഇത് പാടാൻ കൊള്ളുന്നതല്ലെന്ന്. മനസ്സിലായില്ലേ? ശത്രുക്കളെല്ലാം അപ്പം തന്നെ തകർക്കും. ദൈവം പോലും ദീർഘക്ഷമ കാണിക്കുന്നുണ്ട്. മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ പറയുക, അയൽവാസി ശത്രുവായ മാറിയാൽ നീ ശത്രുവാകരുത്, നീ സ്നേഹിക്കണം. മനസ്സിലായില്ല? ശത്രുവിനെ നിന്നെ പോലെ അതൊന്നും വായിക്കുകയല്ല. നമ്മളാകെ വായിക്കുന്നത് ഇങ്ങനെ, നാം എപ്പോഴും കർത്താവിനോടുകൂടെ, അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വായിക്കുന്ന മുഴുവൻ ഇങ്ങനെ, നാം എപ്പോഴും കർത്താവിനോട് ഉള്ളിയും കൊണ്ടാണ് നടക്കുന്നത്. ഇടയ്ക്ക് കരയാൻ ഇങ്ങനെ തേക്കുകയും ചെയ്യും. ഇങ്ങനെ നാം കർത്താവിനോടുകൂടെ ഇരിക്കും, അല്ലേ? അങ്ങനെയല്ല. അയൽവക്കാരനെ സ്നേഹിക്കണം. ഇവിടെ ഇതാ ശത്രുവിനെ സ്നേഹിച്ചെന്ന് പിടികിട്ടുന്നില്ലേ നിങ്ങൾക്ക്? ദൈവസ്നേഹം അനുഭവിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസി, നിന്റെ കൂടെ ആരാധിക്കുന്ന വിശ്വാസിയോട് നീ സംസാരിച്ചിട്ട് ദിവസങ്ങൾ എത്രയായി? അവന് കൈകൊടുത്തിട്ട് ദിവസങ്ങൾ എത്രയായി? അവനോട് ഹൃദയംഗമമായി ഇടപെട്ടിട്ട് എത്ര കാലങ്ങളായി? എന്നിട്ട് പാടുക. എന്തുവാ? എന്നാ പാടുന്ന? സ്വർഗനാട്ടില് ഇല്ലേ? ഇല്ലേ? എന്താ പാടുന്ന? പ്രിയൻ തീർത്തിടും. മിക്കവാറും പ്രിയൻ ഈ കണക്കിന് തീർക്കും എല്ലാത്തിനെയും. മനസ്സിലായില്ലേ? ഞാൻ മുന്നോട്ട് പോകുക. ശത്രുക്കളെ സ്നേഹിക്കുന്നു. എന്റെ വാത്സല്യ യുവാവേ, യുവതിയെ, സഹോദര, സഹോദരി, പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്ന് ശത്രുക്കളായി തീർന്നവരാ നമ്മള്. നിത്യമായ നരകത്തിലേക്ക് എറിയപ്പെടേണ്ടവരാ. സ്വർഗത്തിന് ഒരു അവകാശവും നമുക്കില്ല. നമ്മുടെ ഓഹരി തീകന്ധവും കത്തുന്ന പോയിക. നാം ദൈവത്തോട് ശത്രുത്വം പുലർത്തിയവര്. അങ്ങനെയുള്ള നമ്മളെയാണ് സ്നേഹിച്ചത്, ശത്രുക്കളെ സ്നേഹിച്ച്. മൂന്നാമത് അവിടെ പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരുന്നപ്പോൾ. പാപികളെ സ്നേഹിക്കത്തില്ലെന്നേ. ഒരു മദ്യപാനി മദ്യപിച്ച് നമ്മുടെ വീടിൻ്റെ വാതുക്കൂടെ ആടി പോകുന്നെങ്കിൽ, എടാ അവൻ വരുന്നുണ്ട്, കഥ കടച്ചേക്കാൻ പറയും. കഥ കടച്ചേക്കാൻ. എന്നിട്ട് വീടിനകത്തിരുന്ന് പറയും, ഇവനൊന്നും നന്നാകുകയില്ല, ഇവരങ്ങ് ഭയങ്കര ബുദ്ധിമാന്മാരാ, ദൈവം വിചാരിച്ച പോലും എന്ത് ചെയ്യുകയില്ല. അങ്ങനെ പറയുന്ന ഉപദേശമാർ വരെയുണ്ട്. ഇനി അവരുടെ അടുക്ക പോകത്തില്ല. ഉടയ തമ്പുരാൻ വിചാരിച്ചോലും അവൻ എന്ത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഇവൻ്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. ആരൊക്കെ നന്നാകുക, ആരൊക്കെ നന്നാകുകയില്ലെന്ന് പറയരുത്. പൗലോസ് അങ്ങനെ പറയുന്ന നീതിമാന്മാരെന്ന് നടിക്കുന്നവരോട് എന്താ പറയുന്നറിയാമോ? അതേ ഐസസാറിനോട് ചോദിച്ചു. കൊരിന്ത്യ ലേഖനത്തിലുണ്ട്, നിങ്ങളിൽ ചിലർ ആ വകക്കാര് ആയിരുന്നു. മറക്കരുത് കേട്ടോ. അവനിപ്പോൾ കുടിച്ച് പറമ്പിലേ കിടക്കുന്നുള്ളൂ. പണ്ട് നീ കുടിച്ച് ഓടയിലാണ് കിടന്നത്. മനസ്സിലാക്കണം, മറക്കരുത്. പാപിയെ സ്നേഹിക്കണം. ചില ആളുകളോട് പറയാം, അങ്ങോട്ട് പോകണ്ട, ആ വീട്ടിൽ പോകണ്ട. ഏത് വീട്ടിലെ? എൻ്റെ യേശു. യേശുവിനെ കുറിച്ച് പരീശന്മാര് പറഞ്ഞ ഏറ്റവും വലിയ ദോഷം എന്താണെന്നറിയാമോ? ഇവൻ പാപികളോട്, ചുങ്കക്കാരോടും കൂടെ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കുന്നെന്നാ. ഇത് യേശുവിനേക്കാൾ ഭയങ്കര വിശുദ്ധിയ ആളുകൾക്ക്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. ജീവൻ വേണം, ജീവൻ വേണം. ഇങ്ങനെ പോകുന്നേ. എന്തിനാണ് ഈ വേഷം കെട്ട്? എന്നത്തിനാ ഈ വേഷം കെട്ട്? പാപിയെ സ്നേഹിക്കണം. നിന്റെ വീടിനടുത്തൊരു മദ്യപാനി ഉണ്ടെങ്കിൽ, ജീവിതം കൊള്ളാത്ത വിധത്തിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കണം. അവർക്ക് വേണ്ടി മുഴങ്കാലുകൾ മടക്കി സ്വർഗത്തിലെ ദൈവത്തോട് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
കാരണം പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ വാക്ക് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തികച്ചും ഒരു മദ്യപാനിയായിട്ട് ജീവിക്കുന്നവരുണ്ടോ? ദുർനടപ്പിലൂടെ ജീവിക്കുന്നവരുണ്ടോ? മറ്റുള്ളവരുമായി വഴക്കുണ്ടാക്കുന്നവരുണ്ടോ? ആർക്കും കൊള്ളാത്തവരായി ജീവിക്കുന്നുണ്ടോ? ഞാൻ അവരോട് പറയട്ടെ, സുഹൃത്തേ, ഇന്ന് രാത്രിയിൽ ആരും നിന്നെ സ്നേഹിക്കാനില്ലെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പാപികളെ സ്നേഹിക്കുന്ന ദൈവം, അതാണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത. മൂന്നാമത്, സ്നേഹത്തിന്റെ ലക്ഷ്യം. എല്ലാം ഈ 16 നിന്നാണ്, അല്ലാതെ ഉൽപ്പത്തി വായിച്ചേച്ച് വെളിപ്പാടിലേക്ക് പോകുന്ന പരിപാടി എനിക്കില്ല. വർഷങ്ങളായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെയുള്ളത്. ഈ 16 വാക്യത്തിൽ ഈ സ്നേഹത്തെക്കുറിച്ച് മൂന്നാമത് പറയുന്നു, സ്നേഹത്തിന്റെ ലക്ഷ്യം. എന്തിനാ സ്നേഹിച്ചത്? ചിലർക്ക് സ്നേഹം തോന്നുമ്പോൾ ഉടൻ ഫോൺ വിളിക്കണം. സ്നേഹം തോന്നിയാൽ ഉടൻ അവർക്ക് ഫോൺ വിളിക്കണം. നമുക്ക് നേരമില്ല, വളരെ തിരക്കിലായിരിക്കും, അപ്പോഴാണ് ഇതിങ്ങനെ അടിക്കുന്നത്. എടുത്ത് സ്നേഹം തോന്നി വിളിക്കുക. അപ്പം മറുപടി അറിയാതെ വിരൽ കൊണ്ടതാണ്, അറിയാതെ. അപ്പം ഞാൻ പറയും, ഓ, വിരലിന് വരെ നല്ല സ്നേഹമാണല്ലോ, വിരലിന് വരെ. മനസ്സിലായി? വേറെ ചില വിദ്വാന്മാരുണ്ട്, വലിയ രസമാണേ. രാവിലെ എഴുന്നേറ്റ് വരും, വിളിക്കുക, സാറ്റ് കളിപ്പിക്കുക. ഞാൻ ആരാണെന്ന് പറയാമോ? അതാ നമ്മുടെ ജോലി. മനസ്സിലായില്ലേ? ഇല്ലേ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഒരു ലക്ഷ്യവുമില്ലാത്ത ആളുകൾ, ഒരു ലക്ഷ്യവുമില്ല. അയ്യോ, ഇന്ന് രാത്രിയിലൊന്ന് മനസ്സിലാക്കണം, നമ്മൾ ഈ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിനൊന്നും ഒരു ലക്ഷ്യമില്ല. എന്നാൽ ഉയരത്തിലെ ദൈവം ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തെ സ്നേഹിച്ചപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. എന്താണ്? നിത്യജീവൻ. 16 വാക്യം നോക്കിയേ. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. മനസ്സിലായി? അതാ ലക്ഷ്യം. നമ്മളൊക്കെ എന്തോ പ്രാപിക്കണം? നിത്യജീവൻ പ്രാപിക്കണം. അടുത്തത് ആരാ? ജീവൻ ആർക്കാ വേണ്ടത്? ആർക്കാ ജീവൻ വേണ്ടത്? അയ്യോ, അതും അറിയാൻ വയ്യ. ജീവൻ ആർക്കാ വേണ്ടത്? മരിച്ചവർക്ക്. മരിച്ചവർക്കാ ജീവൻ വേണ്ടത്. ഓ, ആരാണ് മരിച്ചവര്? കേട്ടോളുക, കേട്ടോണ്ടിരിക്കുക. എഫേസ്യർ 2:1 വായിക്കുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നിങ്ങളെയും. ഓ, ആരാണ് മരിച്ചവര്? മാനവരാശി മുഴുവൻ ആത്മീയമായി മരിച്ചവരാണ്. വാരൻ W.B.H.B എന്ന് പറയുന്ന ഒരു ദൈവദാസൻ തൻ്റെ പുസ്തകത്തിൽ ഇത് സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാ: ഈ ലോകമെന്ന് പറയുന്നത് ആത്മീയമായി മരിച്ച മൃതരുടെ ശവപ്പറമ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയല്ലേ? ഈ ഭൂമന ഒരു ശവപ്പറമ്പ, കേരളം ഒരു ശവപ്പറമ്പ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒരു ശവപ്പറമ്പ. എന്തുകൊണ്ട്? മനുഷ്യൻ ആത്മീയമായി മരിച്ചിരിക്കുന്നു. ശരീരത്തിൽ അവന് ജീവനുണ്ടെങ്കിലും അവൻ ആത്മീയമായി മരിച്ചിരിക്കുന്നു. എന്താണ് മരണമെന്ന് പറയുന്നത്? വേഗത്തിൽ വേഗത്തിൽ പറഞ്ഞു പോകുക. മരണമെന്ന് പറയുമ്പോൾ സെപ്പറേഷൻ അല്ലേ, വേർപെടുകയല്ലേ? അതല്ലേ മരണമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ എവിടെ നിന്നാ വേർപെട്ടത്? കേട്ടോളൂ, മനുഷ്യൻ വേർപെട്ടത് ദൈവത്തിൽ നിന്നാ. ഒരു ഉദാഹരണം പറയാം. മുടിയംപുത്രൻ മടങ്ങി വന്നു. അവന് പേരൊന്നുമില്ല, നമ്മളെല്ലാവരും കൂടെ അവൻ ഇട്ടിരിക്കുന്ന പേരാണ് എന്ത്? മുടിയംപുത്രൻ. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞു, ഇവനെ അല്ല മുടിയംപുത്രൻ എന്ന് വിളിക്കേണ്ടത്, ഇവന്റെ ചേട്ടനെയാ വിളിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പോട്ടെ, ഇപ്പൊ ഇനി പേരൊന്നും മാറ്റിയിടണ്ട. ഇവ ഈ മുടിയംപുത്രൻ മടങ്ങി വന്നു. അപ്പൻ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അപ്പൻ ഏതാണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ എൻ്റെ മകൻ. ചിലർ ഈ എൻ്റെ മകൻ എന്നുള്ളതിന് പെട്ടെന്ന് അങ്ങ് വായിക്കും, ഈ എൻ്റെ മകൻ മരിച്ചവൻ. അപ്പൊ മുടിയംപുത്രൻ്റെ അപ്പൻ്റെ പേര് ഈ എന്ന് വരും. അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ജീവിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? കേട്ടോണം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. എപ്പോൾ മരിച്ചു?
അപ്പനെയും കേൾക്കണം, അപ്പനെയും അപ്പന്റെ സ്നേഹത്തെയും വിട്ടു ദൂരെ പോയപ്പോൾ അവൻ മരിച്ചു. എന്നാൽ അപ്പന്റെ അടുക്കലേക്ക് അവൻ മടങ്ങി വന്നപ്പോൾ അവൻ ജീവിച്ചു. ഇന്ന് രാത്രി ഭൂമനെ നീ ആരാധനയ്ക്ക് പോകുന്നുണ്ടാകാം, പള്ളിയിൽ പോകുന്നുണ്ടാകാം, മതത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ദൈവത്തിൽ നിന്ന് നിന്റെ ആത്മാവ് വേർപെട്ടിരിക്കുന്നു. നീ മരിച്ചിരിക്കുന്നു. ആ മരിച്ചിരിക്കുന്ന മനുഷ്യന് ജീവൻ വേണം. ജീവനുണ്ടെങ്കിലേ ജീവനുള്ള ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ജീവനുള്ള ദൈവത്തോട് ബന്ധപ്പെടണമെന്ന് വരികിൽ ആത്മീയമായി മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ജീവനുണ്ടാകണം. എങ്ങനെയാ ജീവനുണ്ടാകുന്നത്? എങ്ങനെയാ? വെന്റിലേറ്ററെ കൊണ്ട് കടത്തിയാൽ മതിയോ? ജീവൻ എങ്ങനെയാ ഉണ്ടാകുന്നത്? യെസ്, ജീവൻ തരാൻ ഒരാൾ ഇവിടെ വന്നു. ജീവൻ തരാൻ ഒരാൾ വന്നെന്നേ ഈ നാട്ടുകാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് കാലങ്ങളായി പറയുന്ന കാര്യമാണ്. ജീവൻ മനുഷ്യന് കൊടുക്കാൻ വന്നിട്ടുള്ള ഒറ്റ ഒരുത്തനേ ഉള്ളെന്ന്. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ്. അവിടുന്ന് എന്താ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 10-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ കൊടുക്കുന്നു. മറ്റൊരുടെ അതേ തുടർന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? അവർക്ക് ജീവനുണ്ടാകാനും പറഞ്ഞ് സമൃദ്ധിയായിട്ടുണ്ടാകാനും ഞാൻ ലോകത്തിൽ വന്നു. ഇന്ന് രാത്രിയിലൊന്ന് കേൾക്കണമേ, നമുക്ക് ജീവനുണ്ടാകാൻ ആത്മീയമായി മരിച്ചു പാപനിമിത്തം ദൈവത്തിൽ നിന്നകന്ന് നിത്യ നരകത്തിന് നിബന്ധിച്ചു പോയ മനുഷ്യന് ജീവൻ കൊടുത്തിട്ട് ദൈവത്തിലേക്ക് മടക്കി വരുത്തേണ്ടതിന് അവർക്ക് ജീവൻ കൊടുക്കാൻ വന്ന ഒറ്റ ജീവന്റെ ദാതാവ് അവനെ വിളിച്ചിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? ജീവനായകൻ എന്നാണ്. ജീവനായകൻ എവിടെ എഴുതിയിരിക്കുന്നു? അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ അവിടുന്ന് ജീവനായകൻ. ആ ജീവനായകന്റെ ജീവനാൽ നമുക്ക് ജീവൻ തരേണ്ടതിനാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. ഓ, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം! വാക്ക് വേഗത്തിൽ അവസാനിപ്പിക്കുക. അടുത്തത് ഈ സ്നേഹത്തിന്റെ മറ്റൊരു കാര്യം, സ്നേഹത്തിന്റെ കാരണം. ഒന്ന്, സ്നേഹത്തിന്റെ ലക്ഷ്യം നാം ചിന്തിച്ചു. എന്താണ്? ആത്മീയമായി മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ, നിത്യജീവൻ കൊടുക്കാൻ. അടുത്തത് ഒരു കാര്യം കൂടെ ചോദിക്കാൻ മറന്നുപോയി. എന്താ ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, ആരേലും ഒരാൾ പറഞ്ഞ് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോടാ, അവസാനിക്കാത്ത ജീവൻ. പിന്നെ വല്ലതും പറയാനുണ്ടോ? നാശമില്ലാത്ത ജീവൻ, അവസാനിക്കാത്ത ജീവൻ, നാശമില്ലാത്ത ജീവൻ. ഐസക് സാറ് പറഞ്ഞത് 100% ശരിയാ. പക്ഷേ എനിക്കൊരു സംശയം. എന്നാ സംശയം എന്ന് ചോദിച്ചാൽ, നരകത്തിൽ പോകുന്നവരോ? അവരുടെയും കാര്യം സാറ് തന്നെ അത് പറഞ്ഞു. അവരുടെയും കാര്യം അങ്ങനെ, അവിടെയും അവസാനിക്കാത്ത ജീവനാ. ഇപ്പം ഇവിടെ ആ ഗ്രൂപ്പ് കാണും, വർഷങ്ങളായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്, പേരൊന്നും പറയുന്നില്ല. പ്രതിപക്ഷ ബഹുമാനം പ്രായമാകുന്നതോടും എനിക്ക് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവർ പറയുന്നത് എന്നാണെന്നറിയാമോ? അങ്ങനെ നിത്യമായ നാശമൊന്നുമില്ല. കടലാസ് തീക്കകത്തേക്ക് ഇടുമ്പോൾ കത്തി നശിക്കുന്നത് പോലെ ദൈവമില്ലാത്തവനെ പിടിച്ച് നരകത്തിലിട്ട് കഴിയുമ്പോൾ അപ്പം തന്നെ എന്ത് ചെയ്യും? എവിടം കൊണ്ടാണ് ബൈബിൾ വായിക്കുന്നത്? ബൈബിളിൽ വ്യക്തമായിട്ട് 2 പദമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവർ നിത്യദണ്ഡനത്തിലേക്ക് പോകുന്നു. നിത്യദണ്ഡനം എന്ന് പറഞ്ഞാൽ കടലാസ് കൊണ്ടിട്ട് അവളോടം കത്തുന്നത് പോലാണോ നിത്യദണ്ഡനം? അതുപോലെ പൗലോസ് 2 തെസ്സലോനിക്കർ 1:10 എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഞാൻ പറയുന്ന വചനമൊക്കെ നിങ്ങൾ നോക്കിക്കോണം, ഇയാൾ ഈ പറയുന്നത് ശരിയാണോ എന്ന്. 2 തെസ്സലോനിക്കർ 1:10 എന്താ പറയുന്നത് അറിയാമോ? സുവിശേഷം അനുസരിക്കാത്തവർ ദൈവത്തിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? നിത്യനാശം.
മത്തായി 25 എന്താ പറയുന്നത്? നിത്യദണ്ഡനം. അപ്പോൾ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ കേവലം നശിക്കാത്ത ജീവനെന്നോ അവസാനിക്കാത്ത ജീവനെന്നോ അല്ല. പിന്നെന്താണ് നമുക്ക് കിട്ടുന്ന നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? ഒറ്റ മറുപടി അതിനുള്ളൂ: ദൈവത്തിൻ്റെ ജീവൻ. ദൈവത്തിൻ്റെ ജീവൻ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, പാപം നിമിത്തം ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ മനുഷ്യൻ ഇനിയും ദൈവത്തിലേക്ക് ചെല്ലണമെങ്കിൽ ജീവൻ കിട്ടണം. അത് ദൈവത്തിന്റെ ജീവനാണ്. ദൈവവുമായിട്ടുള്ള നിത്യമായ സംസർഗത്തിനും കൂട്ടായ്മയിലും മനുഷ്യൻ ജീവിക്കേണ്ടതിന് അവന് കൊടുക്കുന്ന ജീവന്റെ പേരാണ് നിത്യജീവൻ അഥവാ ദൈവത്തിന്റെ ജീവൻ. നമ്മളെയൊക്കെ ജീവിപ്പിക്കാനാ. അതാണ് ലക്ഷ്യം, അതാണ് ലക്ഷ്യം. ഇതെങ്ങനെയും കൊല്ലുക എന്നുള്ളതാണ് ലക്ഷ്യം. അതൊക്കെ പറയാൻ പോയാൽ പിന്നെയും കുഴയും. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്ങനെ 10 എണ്ണത്തെ കൊല്ലാമെന്നുള്ളത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം ബ്ലോക്കായി ചാകുക ആണെന്നേ. എന്നാന്ന് ചോദിച്ചാൽ ബൂസ്റ്റർ കുത്തിയതാണെന്നാണ് പറയുന്നത്. ബൂസ്റ്റർ കലക്കി കുടിക്കുന്നതല്ല, ബൂസ്റ്റർ. അതുകൊണ്ട് പെട്ടെന്നാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്. ഞാൻ 2 ബൂസ്റ്റർ എടുത്തതാ. കാര്യം ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലേ അന്നൊക്കെ ട്രെയിനിൽ കയറാൻ പറ്റുകയുള്ളൂ പറഞ്ഞ് പേടിപ്പിച്ച്. ഞാൻ ഈ ഒരു യാത്രക്കാരനല്ലേ, കോവിഡിനെ പേടിച്ചല്ല, യാത്ര ചെയ്യണമല്ലോ എന്ന് 2 ബൂസ്റ്റർ എടുത്തു. പക്ഷെ എൻ്റെ ബ്ലഡ് ക്ലോട്ട് ചെയ്യത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? 2009 അറ്റാക്ക് വന്നപ്പോൾ അന്ന് മുതൽ ഞാൻ ആസ്പിരിൻ കഴിക്കുന്നവനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താ, എൻ്റെ ബ്ലഡ് എപ്പോഴും ഡൈലൂട്ട് ചെയ്തായിരിക്കുന്നത്. തൈര് ഉറയുന്നത് പോലെ ഉറയത്തില്ല. അതാണ് ഈ ചാട്ടവും ബഹളവും ഒക്കെ. മനസ്സിലായില്ലേ? ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയില്ല. എന്നാൽ ഇപ്പോൾ പറയുന്നത് ഈ ബൂസ്റ്റർ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതാണ്. എന്നാൽ അന്ന് പറയണ്ടേ, എന്തെങ്കിലും ഡൈലൂട്ടിന് പറ്റുന്ന ഗുളിക കൊടുക്കണമെന്ന് കൊടുത്തില്ല, ചാകുക. എങ്ങനെയൊക്കെ ജനസംഖ്യ കുറയ്ക്കാമോ അങ്ങനെയൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്നെന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ഭ്രാന്ത് പറയുകയാണെന്ന് നിങ്ങൾ പറയരുത്. എങ്ങനെയെങ്കിലും ഇത് കുറേ തീരണം. കാരണം കേരളത്തിൽ തന്നെ 3.5 കോടി ഉണ്ടെന്ന്, അധികമുണ്ട് ഉണ്ടെന്നേ. ഇന്ത്യയിൽ 145 ആയെന്നേ. ഇത് മുഴുവൻ പെരുപ്പിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. അവിടേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താന്ന് ചോദിച്ചാൽ എങ്ങനെ ഇതിനെയൊക്കെ വകവരുത്തണമെന്നുള്ളതാണ്. ജിമ്മി ഇപ്പം വിട്ടേക്കാൻ വാച്ച് നോക്കണ്ട, ഇവിടെ നിന്നോട് ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താന്ന് ചോദിച്ചു. ഇയാളുടെ കണ്ണ് കുറേ ഭയങ്കരമല്ല. അങ്ങനെയാന്നേ, എനിക്കിപ്പോൾ കണ്ണിന് ഭയങ്കര കാഴ്ചയാണ്. കണ്ണാടി ഒന്ന് മാറാൻ കഴിഞ്ഞിടത്ത് ചെന്നപ്പോൾ അയാൾ പറയുക ഇതിനേക്കാൾ ഇത് പവർ കുറഞ്ഞത് മതിയെന്ന്. അതായത് അതെന്നാന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ, ഈ വചനം വായിക്കുന്നതോറും കണ്ണ് തെളിഞ്ഞുകൊണ്ടിരിക്കുക. പണ്ട് ആരാണ്ട് പറഞ്ഞു ഉറുമ്പ് തിന്നാൽ കണ്ണ് തെളിയുമെന്ന്. ഇത് ഉറുമ്പ് തിന്നല്ല, ഇത് വചനം തിന്ന്. വചനം കൊണ്ടല്ലോ മോനെ, ഇത് മോനെ ശരിയാ മോനെ. ഈ എന്തോന്നാ ഈ രാവിലെ നിങ്ങൾ സാധകം ചെയ്യുക, അത് എത്ര മണിക്കൂർ ചെയ്യുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എടാ കൂട്ടാ, ഞാൻ 5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ഇതുമായിട്ടിരിക്കുക. പിന്നെ എൻ്റെ കണ്ണ് തെളിയത്തില്ലേ? എൻ്റെ കണ്ണ് തെളിയത്തില്ലേ? അല്ല, അത് പ്രസംഗത്തിന് വേണ്ടി വേദപുസ്തകം വായിക്കുന്ന ഒരുത്തനല്ല ഞാൻ. ചില ഉപദേശിമാർക്ക് പ്രസംഗം കിട്ടുമ്പോൾ 10 പോയിന്റ് ഉണ്ടാകും, പിന്നെ പുസ്തകം തുറക്കത്തില്ല, പിന്നെ അടുത്ത പോയിന്റ് കിട്ടണം. എന്നാ മോഹൻസ ഇങ്ങനെ നോക്കുന്നത്? മോഹൻസൻ ഈ ഉത്തമഗീതത്തിൽ ശൂന്യകാരിയെ നോക്കിയതുപോലെ എന്നെ നോക്കുന്ന, തുറിച്ചു നോക്കുക. പയ്യനല്ലേ, സാരമില്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ ലോകത്തിൽ മനുഷ്യനെ കൊല്ലുക എന്നുള്ളതാണ്. എന്നാൽ ദൈവം ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മെ സ്നേഹിച്ചതിൻ്റെ ലക്ഷ്യം നമ്മളാരും ആത്മീയമായി മരിക്കരുത്, നമ്മളാരും ആത്മീക ജീവൻ അറ്റവരായിട്ടിരിക്കരുത്. നമുക്ക് ജീവൻ വേണം. ദൈവത്തിൻ്റെ ജീവൻ തരേണ്ടതിനാണ് അവിടുന്ന് നമ്മളെ സ്നേഹിച്ചത്. അടുത്തത് 4-മത്, സ്നേഹത്തിൻ്റെ കാരണം എന്താ? സ്നേഹത്തിൻ്റെ കാരണം അവിടെ 16-ാം വാക്യത്തിലുണ്ട്, നശിച്ച് പോകരുത്. അയ്യോ, ഞാൻ പറയട്ടെ ഒരു കാര്യം, ദൈവം മാത്രമേ നമ്മൾ നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു. ഉള്ളു മോനെ, ഉള്ളു.
ഇപ്പോഴും ഓരോരുത്തർക്ക് എന്നാ ബുദ്ധിമുട്ടെന്നറിയാമോ ഞാൻ ഈ പ്രസംഗിക്കുന്നത്? വലിയ പാടാന്നേ. ഇയാൾ ഇതുവരെ ഇത് നിർത്താറായില്ലെന്ന് എന്നോട് ചോദിച്ചെന്നേ. ഞാൻ നേരെ പറയാം, നമ്മുടെ ഐസക് സാറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു പ്രസംഗത്തിന് വിളിച്ചു. എന്നെയുണ്ട് നമ്മുടെ ബഹറിലെ അച്ഛനെ, ഇനി ആരാന്ന് ഞാൻ പറയത്തില്ലേ. ഞങ്ങൾക്കെല്ലാം ശാപ്പാട് ഐസക് സാറിൻ്റെ വീട്ടിലെല്ലാവർക്കും ദൂരേന്ന് വന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദൂരേന്ന് വന്ന് ഒരുത്തൻ എന്നോട് ചോദിക്കുക, എന്നാൽ ഐസക് സാറ് കേട്ടോന്നറിയാൻ വയ്യ, ആ ദൂരേന്ന് വന്ന ആ ദൈവദാസൻ കേട്ടു, എന്നെ കണ്ണും വിഴിച്ചു നോക്കി. ഈ ദൂരെ പ്രസംഗം കേൾക്കാൻ വന്നതിൽ ഒരാൾ എന്നോട് ചോദിക്കുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം, ഇന്നലെ കൂടെ അച്ഛൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി, എന്നെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ടല്ലേ. എന്നാലും അറിയാനുള്ള ആഗ്രഹത്തിൽ ഞാൻ ചോദിച്ചു, എന്താ ഇന്നലെ പറഞ്ഞത്? അല്ല, പ്രസംഗം എന്ന് തുടങ്ങിയതാ, ഇതുവരെ നിർത്താറായില്ല. മോനെ, എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയെന്നേ. അപ്പം ഞാൻ എപ്പോഴും ഈ നർമ്മത്തിലെല്ലാം കേൾക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ അത് നിങ്ങൾ തന്നെയല്ല, പലരും അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ നന്നായി പോകുന്നത്, നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടുന്നത്, ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്നത്, നമ്മളൊരു നല്ല വീട് വയ്ക്കുന്നത്, ആത്മീയമായി നല്ലൊരു ശുശ്രൂഷ ചെയ്യുന്നത്, നന്നായി പാട്ടുപാടുന്നത്, നന്നായി പ്രസംഗിക്കുന്നത്, നന്നായി ക്ലാസ് എടുക്കുന്നത് ഒറ്റയൊരുത്തനും ഇഷ്ടമില്ല. ഇവൻ നശിച്ചു കാണണം, ഇവൻ നശിച്ചു കാണണം, ഇവൻ നശിച്ചു കാണണം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, നമ്മളാരും നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവം നാം നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഇവിടെ നാശമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ 2 വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ വിട്ടുകൊള്ളാം. മത്തായി 25:41 വാക്യത്തിൽ പറയുന്നു, നിത്യാഗ്നിയിലേക്ക് പോകേണ്ടി വരും. അതോടൊപ്പം തന്നെ ഞാൻ 2 തെസ്സലോനിക്കർ 1:10 നിങ്ങളെ ഓർപ്പിച്ചു, അവിടെ നിത്യനാശമെന്ന ശിക്ഷാവിധി. ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. എന്താണ് ഇവിടെ നാശം? ഭൂമിയിലില്ലാതാകുന്നതല്ല. ഭൂമിയിലില്ലാതാകുന്നതാണെങ്കിൽ സാരമില്ല, അതല്ല. ഈ കല്ലറ കല്ലുകൾക്കപ്പുറത്ത്, മരണത്തിനപ്പുറത്ത്, മരണാനന്തര ജീവിതത്തിൽ നിത്യമായ നാശമെന്ന തീപ്പൊയ്കയിലേക്ക് നാം പോകരുതെന്ന് ദൈവം താല്പര്യപ്പെടുന്നതാണ്. നമ്മെ സ്നേഹിക്കാനുള്ള കാരണം അതാണ് കാരണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആരും നരകത്തിൽ പോകരുത്. ഈ ഭൂമിയിലുള്ള വീട്ടുകാരോട് പറയട്ടെ, നിങ്ങൾ നാശത്തിലേക്ക് പോകരുത്. ഇന്ന് രാത്രി ദൈവവചനത്തെ വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടെ ആത്മരക്ഷ പ്രാപിക്കണം, പാപമോചനം പ്രാപിക്കണം. നിങ്ങൾ നശിക്കരുത്. ഏറ്റവും ഒടുവിലായി പുസ്തകം മടക്കി വെച്ചുകൊണ്ട് ഞാൻ പറയാൻ പോകുക, ഏറ്റവും ഒടുവിലായി സ്നേഹത്തിന്റെ ചെലവ്. എന്താണ് സ്നേഹത്തിന്റെ ചെലവ്? ആ 16-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രൻ. സ്തോത്രം. പുസ്തകം മടക്കി. ഈ സ്നേഹമെന്ന് പറയുന്നത് കൊടുക്കുന്നതാണെന്നേ. ചിലർ ഈ വാ കൊണ്ട് സംസാരിക്കും, ആധരം കൊണ്ട് ഭയങ്കര സ്നേഹമാണ്. അറുത്ത കൈക്ക് ഉപദേശത്തിൽ ഭയങ്കര സ്നേഹമാണ്. ഈ വിശ്വാസികളുടെ ഇടയിൽ കഷ്ടപ്പെടുന്നവരാരേലും വന്ന് കാശുള്ളവനോട് പറയുക, അച്ഛാ, സഹോദര, കുറേ നാളായി പ്രയാസത്തിലാണ്, വീട് പണി പകുതി മുടങ്ങിക്കിടക്കുന്നു, കൊച്ചിൻ്റെ പഠനം ഫീസ് കൊടുക്കാത്തത് കൊണ്ട് മിക്കവാറും അവിടെ നിന്ന് പറഞ്ഞയക്കും. അപ്പോൾ അങ്ങോട്ട് പറയുന്ന മറുപടി എന്നാണെന്നറിയാം, ബ്രദറെ വിഷമിക്കണ്ട, പ്രാർത്ഥിച്ചോളാം, ദൈവം നടത്തും, ദൈവം നടത്തും. ഒരു പാസ്റ്റർ എല്ലാ വീടുകളിലും യോഗങ്ങളിലും പൊയ്ക്കൊണ്ടിരുന്നത് ഒരു ബൈക്കേലാണ്. ഒരു രാത്രിയിൽ ആ ബൈക്ക് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. പാസ്റ്റർക്ക് വലിയ പ്രയാസമായി. സഭാവിശ്വാസികളൊക്കെ വന്ന് പാസ്റ്ററെ ആശ്വസിപ്പിക്കുക. അങ്ങനെ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു, പാസ്റ്ററെ സാരമില്ല, ദൈവം നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ബൈക്ക് പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ, ദൈവം എന്നെ നടത്തും.
വല്ല ചെലവ് വന്നു? നിർത്തട്ടെ. 1 യോഹന്നാൻ 3:16. എന്താ? അവൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി വച്ചു കൊടുത്തതിനാൽ സ്നേഹമെന്തെന്ന് നാം ഒരിക്കൽ കൂടെ കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം. എന്താണ് സ്നേഹം? കൊടുക്കുന്നതാണ് സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ചെലവെന്ന് പറയുന്നത് പുത്രനും പുത്രൻ്റെ ജീവനും. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏരിവാ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ. എന്താ ഭക്തൻ പാടുന്നത്? ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിൽ എന്ത് നന്മ കണ്ടു. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കണ്ണുകൾ ആ ക്രൂശിലേക്ക് നോക്കുമോ? തലയോട്ടിയുടെ ആകൃതിയിലുള്ള ആ ഗോൽഗോഥാവിൽ നാട്ടപ്പെട്ട നടുവിലത്തെ കുരിശ്. ദാ കിടക്കുന്നു പുത്രൻ. ഒന്ന് കാണ, ഒന്ന് കാണ, ഒന്ന് കാണ, ഒന്ന് നോക്ക്. കണ്ടിട്ട് എന്താ വിളിച്ചു പറയുന്നത്? ഓ, അവനെ കണ്ടാൽ ആളല്ല, ആളല്ല, ഒരാളായിട്ട് തോന്നുന്നില്ല. അവനെ കണ്ടിട്ട് ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നില്ല. ശരീരത്തിൽ നിന്ന് മാംസം പറഞ്ഞു പോയവനായി ആഞ്ഞടിച്ച ചാട്ടവാറിനാൽ മുതുകിൽ നിന്നുടവിചാലുകളെ പോലെ നീളത്തിക്കേറി രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നു. ശിരസിൽ മുൾക്കിരീടം വെച്ച് അടിച്ചതിൻ്റെ ഫലമായി ശിരസിൽ നിന്നൊഴുകുന്ന രക്തം ആ മുഖത്തൂടെ താഴേക്ക് കട്ട പിടിച്ച് കിടക്കുക. നടന്നതാണോ ഇത്? നിശ്ചയമായും നടന്നത്. ഇതാണ് ചെലവ്. ആര് തരും? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം മകനെ തരുന്ന ഏത് പിതാവുണ്ട്? നമുക്കെത്ര മക്കളുണ്ടെങ്കിലും നമ്മളത് സമ്മതിക്കുമോ? സ്വർഗത്തിൽ ഒറ്റ പുത്രൻ, പ്രൈസ് ഗോഡ്, ഏകജാതനായവൻ, അവനെ നമുക്ക് വേണ്ടി കുരിശിൽ തകർത്തുകൊണ്ട്, സ്തോത്രം, പിതാവ് നമ്മളെ സ്നേഹിച്ചു. യെശയ്യാവ് 53 അതാണ് വായിക്കുന്നത്. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഈ രാത്രിയിൽ ഇനി എന്തിനാ നശിക്കുന്നത്? പറ, ഇനി എന്തിനാ നശിക്കുന്നത്? ഇനി എന്തിനാ നരകത്തിൽ പോകുന്നത്? നശിക്കരുത്. പൂമലക്കാരും നശിക്കരുത്. പൂമലയിലുള്ള ഒറ്റ കുടുംബവും നശിക്കരുത്. ഏത് സഭയാകട്ടെ, ഏത് മതമാകട്ടെ, നിങ്ങൾ നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം ഒഴുകി വരുന്നു. ദൈവസ്നേഹത്തിന്റെ അനർഗള പ്രവാഹം. ലോകത്തിലെ ഏതു ഭാഷകളിൽ അത് വിവരിച്ചാലും വിവരിച്ച് തീർക്കാൻ കഴിയുകയില്ല. ഭൂമിയിലെ പാട്ടുകൊണ്ട് ആ സ്നേഹത്തിന്റെ പാട്ട് അവസാനിക്കുന്നില്ല. ഭക്തൻ പാടിയിരിക്കുന്നത് പോലെ, ഒടുവിലൊരിക്കൽ നിൻ അരികിലണയും ഞാൻ. ഓ, എന്തൊരു വാക്ക്! ഒടുവിലൊരിക്കൽ നിന്നരികിലണയും ഞാൻ, അവിടെയും പാടും നിന്നതിശയ സ്നേഹത്തെ. ഈ രാത്രിയിൽ ഈ സ്നേഹം നുകരാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ദാ ആ സ്നേഹത്തിൻ്റെ സ്വരൂപമായി യേശു നിങ്ങളുടെ അടുക്കൽ വരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, സ്നേഹസ്വരൂപനെന്നാണ്. സ്നേഹത്തിന് കയ്യും കാലും വെച്ചാൽ ആരെ പോലിരിക്കും? യേശുവിനെ പോലിരിക്കും. അതുകൊണ്ട് പൗലോസ് പറയുക, സ്നേഹസ്വരൂപൻ. ആ സ്നേഹസ്വരൂപൻ നിങ്ങളുടെ അടുക്കൽ ഇന്ന് വന്നിരിക്കുന്നു. യേശുവേ, എനിക്കങ്ങേ വേണം. എൻ്റെ മരണാവസ്ഥയിൽ നിന്ന് ജീവൻ തരേണ്ടതിന് വേണ്ടി
കുരിശിൽ എനിക്ക് വേണ്ടി ജീവൻ തന്ന ദൈവപുത്ര, എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. ഈ രാത്രി അങ്ങനൊരു തീരുമാനമെടുക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് ആ തീരുമാനമെടുത്താൽ ഇനിയും നിങ്ങൾ നരകത്തെ പേടിക്കണ്ട, മരണത്തെ പേടിക്കണ്ട. മരണത്തിൻ്റെ മറുകരയിൽ ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ചുകൊണ്ട് ദൈവത്തോടുകൂടെ നിനക്ക് ജീവിക്കാൻ കഴിയും. സ്തോത്രം! ഇതുവരെ അനുഭവിക്കാത്ത സമാധാനം നിനക്ക് കിട്ടും. ഈ ജീവൻ അനുഭവിച്ച ദൈവമക്കളോട് ഞാനൊരു വസ്തുത പറയാം. യേശു നമ്മളെ സ്നേഹിച്ചില്ലേ? തിരിച്ച് സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പത്രോസിനോട് യേശു ചോദിച്ചു, ഇവയേക്കാളധികം നീ എന്നെ? യെസ് പറയാൻ ഒക്കുമോ? നെഞ്ചത്ത് കൈവച്ചിട്ട്, കർത്താവേ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ മക്കളേക്കാൾ, എൻ്റെ ഭർത്താവിനേക്കാൾ, എൻ്റെ മാതാപിതാക്കളേക്കാൾ, എൻ്റെ ജോലിയേക്കാൾ, എൻ്റെ വീടിനേക്കാൾ, എൻ്റെ പണത്തേക്കാൾ, എൻ്റെ സൗകര്യത്തേക്കാൾ, എൻ്റെ കഴിവിനേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതാണ് 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, എൻ്റെ ബലമായ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം. 1 കൊരിന്ത്യർ 16 അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുക, കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്ത ഏവനും, ഇതും കൂടെ തന്നെൻ്റെ വാക്ക് അവസാനിപ്പിക്കുക, കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. അമ്പത് വർഷം മുമ്പ് നാക്കിൻ്റെ കെട്ടഴിച്ച് ദൈവം ചൊരിഞ്ഞ കൃപാവർഷത്തിൻ്റെ നേർസാക്ഷ്യമാണ് പൂമല വെസ്റ്റ് ബ്രദറൻ സഭ അഞ്ചീട്ടിയിൽ ഒരുക്കിയ ഈ സ്റ്റേജിൽ നാം കണ്ടത്. പ്രിയ ദൈവദാസനെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ പറയാറുള്ളത് ദൈവകൃപയാണ്, അതിൽ കുറഞ്ഞതൊന്നുമല്ല അദ്ദേഹത്തെ നിലനിർത്തുന്നത് എന്ന് പറയാറുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപയാൽ ഉടമസ്ഥൻ ഉപയോഗിക്കുന്ന ഒരു മാനപാത്രമായി നമ്മുടെ അഭിമാനമായ ദൈവദാസനിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദൈവസ്നേഹത്തിൻ്റെ ഔന്നത്യം, അതിൻ്റെ ലക്ഷ്യം, അതിനെക്കുറിച്ച് വളരെ വിശദമായി നാം കേൾക്കുകയുണ്ടായി. ആ ദൈവദാസനെ ഉപയോഗിക്കുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാവരും കൈ ഉയർത്തി നമ്മുടെ കർത്താവിനെയാണ് നാം സ്തുതിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ നൽകുന്ന ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒരു കാട്ടിൽ അനവധി മൃഗങ്ങളുണ്ടെങ്കിലും സിംഹങ്ങൾ അനവധി ഉണ്ടാകില്ല. ദൈവം ആ നിലയിൽ കൃപ കൊടുത്ത് ഉപയോഗിക്കുന്ന വലിയവനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നാളെ കൺവെൻഷൻ്റെ സമാപന ദിവസമാണല്ലോ. കുറേ സഭകളൊക്കെ വാഹനം വിളിച്ച് വരുവാനൊക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ട് അറിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കൺവെൻഷൻ്റെ സമാപന ദിവസം കൂടെയാണ്. 6:30 തന്നെ, ഏറ്റവും ചുരുങ്ങിയത് 5 മിനിറ്റ് മുമ്പ് ആരംഭിക്കാൻ സാധിച്ചാൽ അത് നന്നായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് തന്നെ ഒരു പാട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് കൃത്യം 6:30 തന്നെ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചാൽ നാളെ ഒരുപാട് പാട്ടുകൾ കേട്ട് സന്തോഷിക്കാനും സമാപന ദിവസവും പ്രിയ ദേവദാസനിൽ നിന്ന് കേൾക്കുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ആ മീറ്റിങ്ങിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇപ്പോൾ ഐസക് സാറ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഉയർത്താം. നാം ഇതുവരെയും ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വരി ഞങ്ങൾ ചേർന്നൊന്ന് പാടാം. എന്നെ വീണ്ടെടുപ്പാനായി എൻ്റെ കൂടെ കൂടിയാൽ എന്നെ വീണ്ടെടുപ്പാനായി
കർത്തൻ ഘോരമരണ മൂലമായി വീരനായി കാണിച്ചു ആഗാധമവൻ സ്നേഹം നാവിനാൽ വർണ്ണിച്ചുകൂടാ യേശു എന്നെ സ്നേഹിച്ചതോ അസാധ്യം വർണ്ണിപ്പാൻ മുൾക്കിരീടം ധരിച്ചവർ ഏറെ കഷ്ടവുമേറ്റവൻ എന്നും ഞാൻ ജീവിപ്പാനവൻ തൻ ജീവനെ വിട്ടു ആഗാധമവൻ സ്നേഹം നാവിനാൽ വർണ്ണിച്ചുകൂടാ യേശു എന്നെ സ്നേഹിച്ചതോ അസാധ്യം വർണ്ണിപ്പാൻ സമാധാനമറ്റവനായി സമാധാനം ഞാനവനിൽ കണ്ടെത്തിയതു വർണ്ണിപ്പാൻ എന്നാൽ അസാധ്യമേ ആഗാധമവൻ സ്നേഹം നാവിനാൽ വർണ്ണിച്ചുകൂടാ യേശു എന്നെ സ്നേഹിച്ചതോ അസാധ്യം വർണ്ണിപ്പാൻ. ഹല്ലേലൂയ. ഇന്ന് കേട്ടതുപോലെ ഈ സ്നേഹം ഇതുവരെയും ഗ്രഹിച്ചില്ലെങ്കിൽ, ഇവിടെ ആരെങ്കിലും ആ സ്നേഹം ഗ്രഹിക്കാത്തുണ്ടെങ്കിൽ ഇന്ന് ഈ കേട്ട സന്ദേശ നിമിത്തം ഈ സ്നേഹത്തിനുടമയായി കർത്താവിനുള്ളിലേറ്റി പോകണം എന്നപേക്ഷിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ വർണ്ണന ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആരായിരുന്നു, ഞങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? സകല ലോകം ദുഷ്ടൻ്റെ അധീനതയിലായിരുന്നു. ഒരിക്കലും ആർക്കും വിടുവിക്കുവാൻ കഴിയുമായിരുന്നില്ല. സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ അയച്ച് കാൽവറിലെ ക്രൂശിലെ യാഗം നടത്താൻ ഞങ്ങൾക്ക് പകരമായി ദൈവത്തിന് കൊടുക്കേണ്ട വില കൊടുത്ത് ഞങ്ങളെ രക്ഷിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഞങ്ങളെ സ്നേഹിച്ചു. ആ മഹാസ്നേഹത്തിൻ്റെ ആഴമായിരുന്നു ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചത്. ഞങ്ങൾ അതേ അഭക്തരായി, ഞങ്ങൾ ബലഹീനരായിരുന്നു, അഭക്തരായിരുന്നു, പാപികളായ ശത്രുക്കളായിരുന്നു. ഞങ്ങളെ സ്നേഹിപ്പാൻ ദൈവം കാണിച്ച കരുണയ്ക്കായ സ്തോത്രം. അതായിരുന്നു ഞങ്ങൾ കേട്ടത്. ഈ ഇത്രയും ശാന്തമായി ഈ കാര്യം കേട്ടിട്ട്, ആഴമായി കേട്ട ശേഷം ഇനി ആരും നിത്യമായ നാശത്തിലേക്ക്, ദണ്ഡത്തിലേക്ക് പോകാതിരിപ്പാൻ ഈ രാത്രി ഹൃദയങ്ങളെ സ്പർശിക്കുമാറാകണേ. മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ അറിഞ്ഞും കർത്താവിനെ സ്നേഹിച്ച് ജീവിച്ച് പിന്മാറിപ്പോയിട്ടുള്ള ചിലരുടെ ഉണ്ട്. കർത്താവെ, അവർ നിന്നിലേക്ക് വന്ന് നിന്റെ പാദത്തിൽ വീണ് ക്രമപ്പെടുവാനും യഥാസ്ഥാനപ്പെട്ട് ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവനായി കർത്താവിനെ സ്നേഹിപ്പതിനും രാത്രി കാരണമാണ്. നിന്റെ ദാസന വചനം കൊടുത്തതിനായി സ്തോത്രം. പാടിയ സഹോദരന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രി വന്നില്ലെങ്കിൽ നാളെയും കൂടെ ഈ യോഗം നടക്കും. ഇന്ന് വന്നാൽ അതില്ല. കർത്താവെ, നീ വരണമെന്നാണ് ആഗ്രഹം. നാളെ അവിടുത്തെ വരവ് താമസമെങ്കിൽ നാളെ ഈ യോഗത്തിലേക്ക് അനേകർ കടന്നു വരുവാനും കർത്താവെ, ഈ ദേശത്തിന് വലിയ അഭിവൃദ്ധി വരുവാനും ദൈവസഭ അഭിവൃദ്ധിപ്പെടുവാനും കാരണമാകണം. എല്ലാറ്റിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സമാധാനത്തോടെ വീടുകളിലേക്ക് അയക്കണമേ. അവരുടെ വീടുകളിൽ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നടന്നു പോകുമ്പോൾ, അവരുടെ ഭവനങ്ങളിലെത്തി വിശ്രമിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുവാനും നാളെ ദൈവത്തെ വിവിധ സ്ഥലങ്ങളിൽ ആരാധിക്കുവാൻ എല്ലാ പ്രചോദനവും നൽകണം. കർത്താവ്, ഈ സ്നേഹം അറിയാത്ത അരൂരിലൂടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ ദേശത്തിന് വേണ്ടി സ്തോത്രം, സഭയ്ക്ക് വേണ്ടി സ്തോത്രം, എന്നാൽ എല്ലാ ദാനത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ രക്ഷകമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സമർപ്പിച്ച് സകല പ്രാർത്ഥനയാതിന് പുത്രൻ്റെ നാമത്തെ സമർപ്പിക്കുന്നു. പിതാവേ, കേൾക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ മഹാസ്നേഹവും സമാധാനവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവദാസനോടും ഇവിടെ കടന്നു വന്ന എല്ലാ വിശുദ്ധന്മാരോടും സകല മനുഷ്യരോടും ഈ ദേശത്തോടും കർത്താവിൻ്റെ വരെ ഇന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും സമാധാനത്തോടെ വീടുകളിലേക്ക് പോകാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.